ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണെന്നാണ്. നിങ്ങൾ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കുക, ഏഞ്ചൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നൽകും. ഞാൻ 2 കാർഡ് എടുക്കുവാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ എ ഓർ ബി അങ്ങനെ എടുക്കുക. അപ്പോൾ ഏതിലാണോ നിങ്ങളുടെ ആൻസർ നിങ്ങൾ ചിന്തിക്കുക. ഫസ്റ്റ് കാർഡാണോ സെക്കൻഡ് കാർഡാണോ ചൂസ് ചെയ്യുന്നത്, അതനുസരിച്ച് ആൻസർ കിട്ടും. ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്യുന്നവരുടെ ആൻസർ ഫസ്റ്റ്, സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്യുന്നവരുടെ ആൻസർ സെക്കൻഡ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക എന്താണെന്നുള്ളത്. താങ്ക് യു മൈ ഏഞ്ചൽ. ആദ്യത്തേത് റീകൺസിഡർ എന്നാണ്. നിങ്ങൾ ചോദിച്ച കാര്യം എന്താണെന്നറിയില്ല, എന്ത് തന്നെയാണെങ്കിലും അത് ഒന്നുകൂടെ കൺസിഡർ ചെയ്യാൻ, എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഒന്നുകൂടെ കൺസിഡർ ചെയ്യാനാണ് ഏഞ്ചൽ പറയുന്നത്. ഫസ്റ്റത്തെ കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാർ. സെക്കൻഡ് കാർഡ് ആണെങ്കിൽ നോ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ നോ ആണ്. അപ്പോൾ നിങ്ങൾ എന്താണോ, നിങ്ങൾ ഏത് കാർഡാണോ നിങ്ങൾ ചൂസ് ചെയ്തത് അതെടുക്കുക. ഫസ്റ്റ് കാർഡ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൺസിഡർ, അപ്പോൾ അത് വേണ്ട എന്ന് ചിന്തിച്ചിട്ടാണ് ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളതെങ്കിൽ റീകൺസിഡർ ചെയ്യാനാണ് ഏഞ്ചൽ പറയുന്നത്. ഒന്നുകൂടെ ഒരു അവസരം അല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കാനാണ് പറയുന്നത്. സെക്കൻഡ് കാർഡാണ് ചൂസ് ചെയ്തെങ്കിൽ അത് നോ തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്നുള്ള രീതിയിലാണ് ഏഞ്ചൽ ഇപ്പോൾ ആൻസർ നൽകിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ബോട്ടം ഓഫ് ഡെക്ക് എസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും പ്രാർത്ഥിക്കുക, ഏഞ്ചലുമായിട്ട് പ്രാർത്ഥിക്കുക, ഡിവൈനിൽ വിശ്വസിക്കുക. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. താങ്ക് യു മൈ വ്യൂവേഴ്സ്.